പേടിക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നല്ലൊരു പടമാണ്. അവന്മാർ വളരെ പറയും കൊള്ളാം. എന്തായാലും ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് ടെക്നോളജീസിന്റെ ഡിഫറൻസ് വരുമല്ലോ. സെക്കൻഡിൽ സസ്പെൻസ് വെച്ചിട്ടുണ്ട് തേർഡിന് വേണ്ടിയിട്ടുള്ള രണ്ടും കുറച്ച് പേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ ഭാഗം വളരെ ഹിറ്റായ ഡിമോണ്ടി കോളനിയുടെ രണ്ടാം ഭാഗം ഇന്ന് റിലീസാവുകയാണ്. ഒരു ഹൊറർ തമിഴ് ചിത്രമാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. കൊള്ളാം. എന്തായാലും ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് ടെക്നോളജീസിന്റെ ഡിഫറൻസ് വരുമല്ലോ. അതെ, കൊള്ളായിരുന്നു. പേഴ്സണലി എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. പടം കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അത് ഇച്ചിരി ഷോർട്ട് ആയിരുന്നില്ലേ പടം? ഇത് ഇത്തിരി ഭയങ്കര സ്ക്രിപ്റ്റും അതിന്റെ തീമൊക്കെ നല്ല അടിപൊളിയാണ്. ടെക്നിക്കൽ സൈഡ് ആക്ടിങ്, ഒന്ന് രണ്ട് പേര് ആക്ടിങ് ഇത്തിരി ഓവറായിട്ട് അങ്ങനെ ജഡ്ജ് ചെയ്യില്ല. എന്നാലും പടത്തിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര കിട്ടുക. സ്ക്രിപ്റ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഭയങ്കര കിടിലൻ തീമാണ്. ഉണ്ട്, അതിന്റെ തീമാ കുറച്ചുകൂടെ ഹൊറിഫിക് ആയിട്ടുള്ളത്. കൊള്ളാം. കോമഡി ഒന്നുമില്ല, ഹൊറർ ഓൺലി. കണ്ടു. സെക്കൻഡിൽ സസ്പെൻസ് വെച്ചിട്ടുണ്ട് തേർഡിന് വേണ്ടിയിട്ടുള്ള രണ്ടും കൊള്ളാം. എന്താ എല്ലാരും കൊള്ളാം. പടം കൊള്ളാം കേട്ടോ, നല്ല സിനിമയായിരുന്നു. ഇല്ല അല്ല, സെക്കൻഡ് പാർട്ട് കാണാൻ വന്നത്. ഇത് കൊള്ളാം. തേർഡ് പാർട്ട് എന്താ ഉണ്ടെന്ന് പറയുന്നത്. നല്ല സിനിമയായിരുന്നു. മൊത്തത്തില് നല്ല പടം. പേടിക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. നല്ലൊരു പടമാണ്. അവന്മാർ വളരെ പറയും. അത് അവന്മാരെ ആരും പറഞ്ഞത്. എനിക്ക് വലിയ പേടിക്കാന്നല്ല. കൊള്ളായിരുന്നു, കുഴപ്പമില്ല, നല്ലൊരു പടം. അടിപൊളി, കൊള്ളാം. ഫസ്റ്റ് പാർട്ടിന് അനുസരിച്ച് കൊള്ളാം. അതെ, ഇതിന്റെ ഇനി അടുത്ത തേർഡ് പാർട്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലീഡും കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല പടം, നല്ലതാണ്. വിഎഫ്എക്സ് ഒക്കെ നല്ലതാണ്, നല്ല പടം. കുറച്ച് പേടിക്കാനുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പറാണ്. രണ്ടാമത്തെ ഹാഫ് കൊള്ളാം. പകുതി കണ്ടിട്ടുള്ളത് ടിവിയിലില്ല. രണ്ടും ആദ്യത്തെ കൊള്ളാം, രണ്ടാമത്തെ കൊള്ളാം, സെക്കൻഡ് ഹാഫ്.